ദെൻ അബൌട്ട് മാനേജ്മെൻറ്റിനകത്ത് ഒരു ഔട്ട്ലൈനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ക്യാൻസർ എന്നൊക്കെ പറയുന്നത് ഒരു ഡേഞ്ചറസ് ഡിസീസാണ്. ആൾക്കാർക്ക് ഭയങ്കര ഫിയർഫുൾ ആയിട്ടുള്ള ഡിസീസാണ്. അപ്പോൾ നമുക്കൊരു സസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ നേരത്തെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞ് സസ്പെക്ട് ചെയ്യുന്ന കേസസ് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേനും നമുക്ക് കുറച്ച് സിംറ്റംസ് കിട്ടുമ്പോഴത്തേനും നമ്മൾ അങ്ങ് കയറി അങ്ങ് അഴിച്ചു കളയരുത്, നിങ്ങൾക്ക് ക്യാൻസറാണെന്നൊക്കെ. പേഷ്യൻ്റ് അവിടെ വീണിയാവും ചിലപ്പം. അപ്പോൾ അതിന് ഉത്തരവാദിത്വം നമ്മൾ പറയേണ്ടി വരും. സോ ഷുഡ് ബി വെരി കെയർഫുൾ. അപ്പോൾ പ്രോപ്പർ ഡയഗ്നോസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സംശയമുണ്ട്, നമുക്ക് നോക്കാം, അതായിരിക്കില്ല എന്നൊക്കെ പറയാം. സോ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, നമുക്ക് അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വേണം. എന്നാൽ ഡയറക്റ്റ്ലി പേഷ്യൻറ്റിനോട് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള റിലേറ്റീവ്സിനടുത്ത് കൺവേ ചെയ്യാം. സോ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് റിഗാർഡിങ് ക്യാൻസറിനകത്ത് ഏത് ക്യാൻസർ ആയാലും ഹിയർ ഓൾസോ. ദെൻ അറ്റൻഷൻ ഡയറ്റ്, പ്രോപ്പർ ഡയറ്റ്. നമുക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സൈഡൊക്കെ പോകുമ്പോഴത്തേനും പ്രോപ്പർ ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഡയറ്റ് കൊടുക്കുക എന്നുള്ളത്, മോഡിഫിക്കേഷൻ ഓഫ് ഡയറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് മെഡിസിൻ കൊടുക്കുമ്പോഴത്തേനും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ സ്കിന്നിലുള്ള ചേഞ്ചസ് പെട്ടെന്ന് നമുക്ക് മെഡിസിൻ റെസ്പോണ്ട് ചെയ്യുന്നുള്ള, യൂഷ്വലി ക്യാൻസറസ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്കിന്നിന് ടെക്സ്ചറും മറ്റ് സ്കിൻ അൺഹെൽത്തി ആവും കുറച്ച്. നമ്മളായിട്ട് മെഡിസിൻ കൊടുക്കുമ്പോഴത്തേന് നമുക്ക് മെഡിസിൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നവരൊന്നും ജനറൽ ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ പറയുന്ന കാര്യമാണ് ജനറൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ പേഷ്യൻ്റ് പറയുന്നുണ്ട്, ദാറ്റ്സ് ഫസ്റ്റ് തിങ്. പിന്നെ സ്കിന്നിലുള്ള ചേഞ്ചസ്, സ്കിന്നിൽ അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളും ഇതാവുന്നുണ്ടോ, പ്യൂപ്പിലറി റിയാക്ഷൻ നോക്കാറുണ്ട്. പ്യൂപ്പിലർ റിയാക്ഷൻ, പിന്നെ മറ്റ് സയൻസിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഡിസിൻസ് പോസിറ്റീവായിട്ട് ആക്റ്റീവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. ദെൻ ഡയറ്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഡയറ്റ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അറ്റൻഷൻ ടു ഡയറ്റ്. ദെൻ ഡിപ്രസ്ഡ് ആവും പേഷ്യൻസ്, കേൾക്കുമ്പോഴത്തേനും ഡിപ്രസ്ഡ് ആവും, ആങ്സൈറ്റി ഉണ്ടാവും. സോ അതൊരു അഡീഷണൽ ജോലിയാണ് നമ്മുടെ, അതായത് മാനേജ്മെൻറ്റ് ഓഫ് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. വേണമെന്നുണ്ടെങ്കിൽ സൈക്യാട്രിക് അഡ്വൈസിന് സജസ്റ്റ് ചെയ്യാം. ദെൻ റീഹൈഡ്രേറ്റ് ചെയ്യണം, IV റീഹൈഡ്രേഷൻ വേണ്ട കേസിൽ റീഹൈഡ്രേറ്റ് ചെയ്യണം. യൂറിൻ ഔട്ട്പുട്ട് പ്രോപ്പർ ആണോ എന്ന് നോക്കണം, യൂറിൻ ഔട്ട്പുട്ടൊക്കെ ക്ലിയർ ആക്കണം. എയർവേ കറക്റ്റ് ആണെന്നുള്ളത്, അതിനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യണം. പിന്നെ പ്യൂർ എഫ്യൂഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള മാനേജ്മെൻറ്റും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതായത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റൊക്കെ വേണ്ടി വരും. എഫ്യൂഷൻ കാണുന്നുണ്ടെങ്കിൽ പ്ലൂറൽ ഫ്ലൂയിഡ് ടാപ്പ് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. സർജിക്കൽ പ്രൊസീജിയറാണ്. ഇതൊക്കെയാണ് നമുക്ക് പറയുന്നത്. സർജിക്കൽ മാനേജ്മെൻറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സർജിക്കൽ മാനേജ്മെൻറ്റിനകത്ത് ഇപ്പം ഇനിഷ്യലി നേരത്തെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സർജിക്കൽ മാനേജ്മെൻറ്റ് അഡ്വൈസ് ചെയ്യാം, ഹെൽപ്ഫുള്ളാണ്, ഏറ്റവും യൂസ്ഫുള്ളുമാണ്. അപ്പോൾ അതിനകത്ത് കോൺട്രാ ഇൻഡിക്കേഷൻസും പറയുന്നുണ്ട്. എല്ലാ കേസിലും സർജറി ഇൻഡിക്കേറ്റഡ് അല്ല. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒട്ടും അഡ്വൈസബിൾ അല്ല. മൾട്ടിപ്പിൾ ലോബ് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ലക്കൻ ലാറിഞ്ചൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ നോഡ്സ് ഉണ്ടെങ്കിൽ, മെറ്റാസ്റ്റാസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ബ്ലഡ് വെസൽസ് ബിഗർ വെസൽസിനെയൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഡ്വൈസബിൾ അല്ല. അപ്പം ഏർലി ഡിറ്റക്ഷൻ ഉണ്ട്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൺഫൈൻഡ് ആണ്, കുറച്ച് നമ്പർ ഓഫ് നോട്ട്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ അഡ്വൈസ് സർജറി അഡ്വൈസ് ചെയ്യാം. അതായത് മെഡിസിൻ കൊടുക്കുന്നതിനേക്കാൾ മുമ്പേ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് സർജറി. അപ്പം സർജറി ആണ് ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ദെൻ റേഡിയോതെറാപ്പി സജസ്റ്റ് ചെയ്യാം. ദെൻ കീമോതെറാപ്പിക്കകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസ് അവർ കൊടുക്കുന്നത്. മെതോട്രെക്സേറ്റ് എന്തെങ്കിലും കേട്ടുണ്ടോ? സൈക്ലോഫോസ്ഫാമൈഡ്, മെതോട്രെക്സേറ്റ്, വിൻക്രിസ്റ്റിൻ, സിസ്പ്ലാസ്റ്റിൻ സൈറ്റോടോക്സിക് ഡ്രഗ്സ് ആണ്. കുറേ ക്യാൻസർ സെൽസിനെ കൂടുതലും ഡിസ്ട്രോയ് ചെയ്യുന്ന ഡ്രഗ്സാണ് ഇതെല്ലാം. സൈറ്റോടോക്സിക് ഡ്രഗ്സ് ആണ് പറയുന്നത്. മെതോട്രെക്സേറ്റ്, സൈക്ലോഫോസ്ഫാമൈഡ്, വിൻക്രിസ്റ്റിൻ, സിസ്പ്ലാസ്റ്റിൻ ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. ജസ്റ്റ് പേര് ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഫെമിലർ ആയിരിക്കണം. നമ്മൾ പല ഡ്രഗ്സിന് പേരുകൾ ഫെമിലർ ആയിരിക്കണം. പേഷ്യൻ്റ് പറയുമ്പോഴത്തേ നമുക്ക് ഇന്നതിനൊക്കെ ആയിരിക്കാം ഇത് കൊടുക്കുന്നതെന്നുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും. പിന്നെ ലേസർ തെറാപ്പി സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് യൂഷ്വൽ മോഡ് ഓഫ് മാനേജ്മെൻറ്റ്. മെഡിസിനൽ മാനേജ്മെൻറ്റിനകത്ത് നമുക്കും സാധ്യതകളുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് സ്കോപ്പുണ്ട്. പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റും ക്യൂറേറ്റീവ് അല്ലെങ്കിൽ പോലും പല കേസിലും നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റാറുണ്ട്. 3 മാർക്ക് ഡ്രഗ്സ് ആയിട്ട് കുറച്ച് ഡ്രഗ്സൊക്കെ പറയുന്നുണ്ട്. ആഴ്സനിക്, കലേഡിയം, കൊബാൾട്ട്,
കോണിയം, ഫോസ്ഫറസ്, ഇതെല്ലാം 3 മാർക്ക് മെഡിസിൻസ് ആണ് ഫോർ ബ്രോങ്കോജനിക് കാർസിനോമ. ആഴ്സനിക്, കലേഡിയം, കൊബാൾട്ട്, കോണിയം ആൻഡ് ഫോസ്ഫറസ്. അതുകൂടാതെ വേറെ ഒത്തിരി മെഡിസിൻസ് പറയുന്നുണ്ട്. ആഴ്സനിക്, ബ്രോമിയം, കാഡ്മിയം സെൽഫൊക്കെ ഇമ്പോർട്ടൻറ്റ് മെഡിസിനായിട്ട് പറയുന്നുണ്ട്. കാർബോ അനിമാലിസ്, ക്യാൻസർ ഡ്രഗ്സ് എല്ലാം വരും. ആഴ്സനോസിൻ, ഹൈഡ്രാസിസ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫറസ്, സൈലീഷ്യ, ലൈക്കോപോഡിയം ഒക്കെ നമുക്ക് മെൻഷൻ ചെയ്യാവുന്ന ഡ്രഗ്സാണ്. പിന്നെ ഹിമോപ്റ്റൈസിസ്, മെയിൻ ഒരു സിംറ്റം ഹിമോപ്റ്റൈസിസ് ആണ്. ഹിമോപ്റ്റൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ് അഡത്തോഡൈസർ, ഹെമാമലസീസർ, ഇപ്പിക്കാക്ക്, മില്ലിഫോളിയം, നൈട്രിക് ആസിഡ്, ഫോസ്ഫറസ്, സെക്കയിൽ ഒക്കെ ബ്ലീഡിങ്ങിന് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ്സാണ്. പിന്നെ സ്മോക്കർ ആണെന്നുണ്ടെങ്കിൽ ക്രോമിയം, കാഡ്മിയം സെൽഫ്, കാർബോ അനിമാലിസ്, കോണിയം ഹൈഡ്രാസിസ് ഒക്കെ വരുന്നുണ്ട്. ഫോസ്ഫറസ് ഒക്കെ വരുന്നത് ക്യാൻസർ ഫ്രം സ്മോക്കിംഗ്. നമ്മൾ റൂബ്രിക്സ് ഒക്കെ എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ ഒത്തിരി കണ്ടമാനം ഡ്രഗ്സ് ക്യാൻസർ റിലേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് റെഫർ ഇറ്റ്. ഇനി നമുക്ക് അത്യാവശ്യം മാനേജ് ചെയ്ത് പോകാം. നമുക്ക് പേഷ്യൻസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് നല്ലൊരു പരിധിവരെ പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. യു ക്യാൻ ഓൾസോ ട്രൈ ഇറ്റ്. So that's all about bronchogenic carcinoma. Hope you like my way of presentation. Can give me the feedback. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. പ്രിപ്പയർ നോട്ട്സ്. എക്സറൈസ് ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ടോട്ടൽ കണ്ടീഷൻസിൻ്റെ കുറേയധികം എക്സറൈസ് ഉണ്ട്. നമുക്ക് ലൈവ് എക്സറൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. പറ്റുന്നതാണെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.